ഹായ് വെൽക്കം ബാക്ക് മൈ ചാനൽ. അപ്പോൾ ഞാനിന്നിവിടെ മത്തിക്കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. മത്തിയൊക്കെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 3 സബോള വേണം, പിന്നെ ഒരു കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു 3-4 അല്ലി വെളുത്തുള്ളി, ഒരു 3-4 ചുള ചുവന്നുള്ളി, ഒരു 3 പച്ചമുളക്, ഇത്ര ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും വേണം. ഇനി നമുക്കിതിനെ ഒന്ന് വഴറ്റിയെടുക്കണം. ഞാനൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മുടെ ഉള്ളിയും ഒക്കെ കട്ട് ചെയ്ത് വെച്ചത് നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു സ്പൂൺ മുളക് പൊടി, പിന്നെ ഒരു സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വഴറ്റിയെടുക്കാം. ഇതിൻ്റെയൊക്കെ ഒരു പച്ചപ്പ് മാറാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വഴറ്റിയെടുക്കുന്നത്. ഇനി നമുക്കിത് ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ട് വേണം ഉണ്ടാക്കാനായിട്ട്. അപ്പം ഞാനിതിവിടെ ഇങ്ങനെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ജാറിലിട്ട് അടിച്ചെടുക്കാം. ചെറിയ ജാറെടുത്താൽ മതി. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് വേണം അടിച്ചെടുക്കാനായിട്ട്. ഇങ്ങനൊരു തിക്കായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് അടിച്ചെടുത്തപ്പോൾ. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വയ്ക്കാം. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് എണ്ണ മൂത്ത് കഴിഞ്ഞുമ്പോൾ ഒരു സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കൊരു 2 വറ്റൽമുളക്, ഒരു പച്ചമുളക് കീറിയിട്ടത്, പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് അടിച്ച് വെച്ചിരിക്കുന്ന ആ പേസ്റ്റ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം നന്നായിട്ട് തിക്കായിട്ടാണ് ഇരിക്കുന്നത്. നമുക്ക് ഇനി ഇതിനൊന്ന് ലൂസാകണ്ടേ. അപ്പം നമുക്ക് ആ ജാറിൽ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ആവശ്യത്തിന് എന്തോരം വെള്ളം വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് ഓവറായിട്ട് ഒഴിച്ചു കൊടുക്കരുത്. നമ്മൾ വച്ച് കൊടുക്കുന്ന ചട്ടിയുടെ ഒരു പകുതി ഭാഗത്തോളം വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ. നിറഞ്ഞു നിൽക്കുന്ന കണക്കിന് ഒഴിച്ചു കൊടുക്കരുത്. നമുക്ക് കുടംപുളി ഇട്ട് കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പൊക്കെ ഉണ്ടോയെന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. ഇനി നമുക്ക് തിളച്ച് വന്നു കഴിഞ്ഞപ്പോൾ ഇതിലേക്ക് നമ്മുടെ മത്തി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. മത്തിയൊക്കെ ഞാനിവിടെ 2 പീസായിട്ട് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നന്നായിട്ട് ചെറുതായിട്ട് തിളച്ച് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിപ്പോൾ ഈ സമയത്ത് നമുക്ക് മത്തി ഇട്ട് കൊടുക്കാം. മീൻകറിയൊക്കെ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഇങ്ങനെ കറി വെച്ച് കഴിച്ച് കഴിഞ്ഞാൽ കൂടുതൽ ഇഷ്ടമാവും എന്നാണ് എനിക്ക് തോന്നണത്. നല്ല കട്ടിയോട് കൂടിയ ചാറായിരിക്കും ഇത് ഉണ്ടാക്കി കഴിയുമ്പോൾ നമുക്ക് കിട്ടുക. ഇനി നമുക്ക് 2 മിനിറ്റ് മൂടി വെച്ച് വേവിക്കാം. മീൻ വേവാൻ വേണ്ടിയിട്ടാണ് 2 മിനിറ്റ് മൂടി വയ്ക്കുന്നത്. ഇനി നമുക്ക് തുറന്ന് തിളയ്ക്കാൻ വിടാം. നന്നായിട്ട് തിളച്ച് ഇതിൻ്റെ വെള്ളം പറ്റണം. നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളം പറ്റി കുടംപുളി ഇട്ട് വറ്റിച്ച് മീൻകറിയെന്ന് കേട്ടിട്ടില്ലേ, അതുപോലെ വെള്ളമൊക്കെ വറ്റിച്ച് തുറന്ന് വെച്ച് നന്നായിട്ട് തിളയ്ക്കണം. ഈ ഒരു സമയത്ത് അടി പിടിക്കാണ്ട് ചെറുതായിട്ട് ഇടയ്ക്കൊന്ന് കയ്യിലൊന്ന് തൊടിയിച്ച് കൊടുക്കണം കേട്ടോ. എന്ന് വെച്ചാൽ ഒരുപാട് ഇങ്ങനെ ഇട്ട് പായസം ഇളക്കുന്ന പോലെ ഒന്ന് ഇളക്കി കൊടുക്കരുത്, മീനൊക്കെ ഉടഞ്ഞു പോവും. ഈ ഒരു സമയത്ത് നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇപ്പം നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. മീനൊക്കെ വെന്തിട്ടുണ്ട്. നന്നായിട്ട് തിളച്ചോട്ടെ കിടന്ന്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം വീട്ടിൽ. ഉറപ്പായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണത്. മീനൊക്കെ നല്ലോണം വെന്ത് ഇട്ടിട്ടുണ്ട്. വേണമെങ്കിൽ 2 പീസ് വെച്ചും കുഴപ്പമില്ല, നിങ്ങൾക്ക് ഫുൾ പീസായിട്ട് ഇടാം, കുഴപ്പമില്ല. ഞാനിപ്പോൾ ഇവിടെ 2 പീസായിട്ടാണ് ഇട്ടിട്ടുള്ളത് മീൻ. ഇപ്പം മീൻകറി നന്നായിട്ട് തിളച്ച് വറ്റി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ.